ഫെബ്രുവരി 27, 28, മാർച്ച് 1 തീയതികളിൽ ഇന്നേക്ക് കൃത്യം 10 മാസം തികയുമ്പോൾ അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ കേരള ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സമ്മേളനം നടക്കും. ഇൻഷാ അല്ലാഹ്. സമ്മേളനം ഒരു സംഭവമാകണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. കേരള ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രത്തിലെ അക്ഷരാർത്ഥത്തിൽ ഒരു വഴിത്തിരിവാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് സാധിക്കണമെങ്കിൽ നമ്മൾ ചിലതൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ഈ സമ്മേളനം നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് നടക്കുന്നതെന്ന്. ത്തിൽ ഒരു പുതിയ പ്രതിജ്ഞ എടുത്തുകൊണ്ട് അതിന്റെ സന്നദ്ധഭടനായി മുന്നോട്ട് വന്നുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാൻ കഴിയുമെങ്കിൽ, അന്നു തുടങ്ങിയുള്ള നമ്മുടെ ജീവിതം ഈ മാർഗത്തിൽ സമർപ്പിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ സമ്മേളനം ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അത് വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സമ്മേളനം നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവമാക്കി മാറ്റണമെന്നാണ്. മാർക്സിസത്തിന് വേണ്ടി നിലകൊണ്ട ദാർശനികനായ ആ രാഷ്ട്രീയാചാര്യൻ 50 വർഷങ്ങൾക്ക് പരീക്ഷണങ്ങൾക്ക് ശേഷം, മാർക്സിസത്തിന്റെ നൂറ്റാണ്ടുകളിലെ പരീക്ഷണത്തിന് ശേഷം നമ്മുടെ സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് ചെയ്യുന്നത്, മാർക്സിസവും ഗാന്ധിസവും സഹകരിക്കേണ്ടതുണ്ട് രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും. കേരളം കണ്ട പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവ് AK ആന്റണി ഇക്കഴിഞ്ഞ ഒക്ടോബർ 2 അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഈ രാജ്യത്ത് അഴിമതിക്കും വർഗീയതക്കുമെതിരെ ഒരു അരാഷ്ട്രീയ പ്രസ്ഥാനം വളർന്നു വരേണ്ടതുണ്ട് എന്ന്. ഈ രാജ്യത്ത് മനുഷ്യ സമൂഹമേ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച സറാഫിനാഥാൻ കീഴ്പ്പെടൂ എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് പ്രസക്തിയുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. മനുഷ്യരെല്ലാം ഒരേ ദൈവത്തിന്റെ സൃഷ്ടികളും ഒരേ മാതാപിതാക്കളുടെ മക്കളുമാണ് എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് പ്രസക്തിയുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനം എന്ന നിലക്ക് നാം നമ്മുടെ സമൂഹത്തിലെ മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്കിടയിലുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരിൽ, അക്രമത്തിനെതിരിൽ, അസമാധാനത്തിനെതിരിൽ, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ ദാരിദ്ര്യത്തിനെതിരിൽ, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരമായ മർദ്ദനങ്ങൾക്കെതിരിൽ, പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യന്റെ കൂടെ നിന്നുകൊണ്ട്, മർദ്ദകന്മാർക്കെതിരിൽ നിന്നുകൊണ്ട്, ബലാത്സംഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട്, ക്രൂരന്മാരായിട്ടുള്ള പെൺവാണിഭാർക്കെതിരെ നിന്നുകൊണ്ട്, ഈ രാജ്യത്ത് അനൈക്യത്തിന്റെയും അന്തഛിദ്രത്തിന്റെയും വിത്തുപാകുന്നവർക്കെതിരെ നിന്നുകൊണ്ട് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിക്കുവാൻ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് സാധിക്കേണ്ടതുണ്ട്. കേരള ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ചരിത്രത്തിലെ ഐതിഹാസികമായ ഒരു സംഭവത്തിന് സാക്ഷി നിൽക്കാൻ പോവുകയാണ്. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 1.5 ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന ഈ സമ്മേളനം ഇസ്ലാമികമായ അച്ചടക്കത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാനുഷിക ബന്ധങ്ങളുടെയും എല്ലാം ഉത്തമ നിദർശനമാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളും പൗരാവകാശങ്ങളും രാജ്യത്തിന്റെ അഭിമാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ജനാധിപത്യ ഘടനയും ഇന്ന് കടുത്ത ഭീഷണികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു സത്യം മാത്രമാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ന് വർഗീയതയും വിഭാഗീയതയും അതിന്റെ പാരമ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് നിത്യജീവിതത്തിന് പോലും വകയില്ലാത്ത വിധം ജീവിതം ദുസ്സഹമായ ഒരു സ്ഥിതിവിശേഷം ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുന്നത് നാം കാണാതിരുന്നുകൂടാ. അധികാര തലത്തിലും പാർട്ടികളുടെ നേതൃത്വത്തിലും സമുദായത്തിന്റെ നേതൃത്വത്തിലുമുള്ള മാന്യന്മാർ പോലും ഏറ്റവും വൃത്തികെട്ട പെൺവാണിഭ കഥകളുടെ കഥാനായകന്മാരായി മാറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ജുഗുപ്സാവഹമായ ചിത്രമാണ് കാണുവാൻ കഴിയുന്നത്. ഇസ്ലാം ഈ നാടന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന
ഈ കാലഘട്ടം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദർശനം എന്ന നിലക്ക് പ്രസക്തമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു പുതിയ ചിന്തക്ക്, ഒരു പുതിയ കാഴ്ചപ്പാടിന്, ഒരു പുതിയ നവോത്ഥാനത്തിന് ഇസ്ലാമിക കേരള മുസ്ലിം സഹോദരന്മാരെ സജ്ജമാക്കുവാൻ, കേരളത്തിലെ സഹോദരന്മാരെ, മനുഷ്യ സഹോദരന്മാരെ സജ്ജമാക്കുവാൻ നാം സന്നദ്ധമാകണമെന്നുമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുവാനുള്ളത്. സർവശക്തനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ നാഥൻ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്തെ മുസ്ലിം സമുദായം പിന്നെ വിരുദ്ധ ചേരികളിൽ നിന്നുകൊണ്ട് പരസ്പരം ശത്രുക്കളായി കഴുത്തറുക്കേണ്ടവരല്ല. ദൈവത്തിന്റെ ഭാഷകൾ മുറുകെ പിടിക്കുക. നിങ്ങൾ ഭിന്നിക്കരുത്. നിങ്ങൾ ഏകോദര സഹോദരന്മാരാണ്, ഒരാദർശത്തിന്റെ വക്താക്കളാണ്. വർത്തമാനകാല സാഹചര്യത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമുഖീകരിക്കുന്ന നൂറായിരം പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളുടെ ഒക്കെ പരിഹാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ വരാവുന്ന മർമ്മപ്രധാനമായ വിഷയം സമുദായത്തിന്റെ ഐക്യമാണ്. ഈ ഐക്യം സമുദായം എന്ന നിലക്ക് പക്ഷപാതിത്വത്തിന്റെയും സാമുദായികതയുടെയും വർഗീയതയുടെയും മതിലുകൾക്കപ്പുറത്ത് ആദർശത്തിന്റെയും മൂല്യത്തിന്റെയും നന്മയുടെയും ഭാഗത്ത് നിന്നുകൂടെ ഐക്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിലെ ഇന്ത്യ രാജ്യം ദാഹിച്ചുകൊണ്ടിരിക്കുന്നു മാനുഷികമായ മൂല്യങ്ങളുടെ സ്രോതസ്സാണ് ഈ സമുദായത്തിന്റെ ഐക്യം മൂലമുണ്ടാകാൻ പോകുന്നതെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുകയും സ്വന്തമായ ഒരു ഭരണഘടന രൂപപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്ന ആദർശവാക്യങ്ങൾ നമ്മൾ ഉയരങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നു. ആ ആദർശവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ മുന്നോട്ട് നയിച്ചിരുന്നവർ അന്ന് പ്രകാശം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തേജോഗോളങ്ങളായിരുന്നു നമ്മുടെ നേതാക്കളെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളുടെ അവസ്ഥ എന്താണ് എന്ന് ശാന്തമായി നമ്മൾ മുഴുവൻ മനുഷ്യരും ഒരേ ദൈവത്തിന്റെ സൃഷ്ടികളും ഒരേ മാതാപിതാക്കളുടെ മക്കളുമാണ്. അവർക്കിടയിൽ വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ജാതിയുടെയും മതിൽക്കെട്ടുകളില്ല. എല്ലാവരും ആദാമിന്റെ മക്കൾ. ആദാമാകട്ടെ മണ്ണിന്റെ പുത്രനും. മനുഷ്യന്റെ നന്മയാണ് മഹത്വത്തിന്റെ മാനദണ്ഡം. ഉച്ചനീചത്വങ്ങളില്ലാത്ത സർവരും സോദരത്തേന വാഴുന്ന വിശ്വമാനവിക ഐക്യത്തിന്റെ സന്ദേശമാണ് ഇസ്ലാം ഉദ്ഘോഷിക്കുന്നത്. ദൈവത്തിങ്കൽ നിന്ന് അള്ളാഹുവിനെ സ്തുതിച്ചും സ്തോത്രം ചെയ്തും പ്രാർത്ഥിക്കാനുള്ള സന്ദർഭമാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹത്തിന് വിനയാന്വിതരായി നന്ദി പ്രകാശിപ്പിക്കുവാനുള്ള സന്ദർഭമാണിത് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എണ്ണം വളരെ പരിമിതമാണ്. ആശ്വാസമെത്തിക്കേണ്ട കൈകൾ വളരെ വളരെ കൂടുതലാണെന്നുമാണ് ഈ നാം മനസ്സിലാക്കേണ്ടത്. പതിന്മടങ്ങാവേശത്തോടും ആത്മാർത്ഥതയോടും കൂടി കർമ്മരംഗത്തിൽ ജ്വലിച്ചു നിൽക്കാൻ ഈ സാഹചര്യത്തിൽ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. സഹോദര സമുദായത്തിന്റെ സഹോദരന്മാരെ ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമി ഒരു സാമുദായിക സംഘടന അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. വർഗീയതയ്ക്കും സംഘീയ സാമുദായികതയ്ക്കുമെതിരെ അത് നടത്തിയ പോരാട്ടങ്ങൾ ശ്രദ്ധേയമായിരുന്നു. സാർവലൗകിക സാഹോദര്യവും അതിരുകളില്ലാത്ത മാനവികതയുമാണ് ജമാഅത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വ്യവസ്ഥയിലേക്കാണ് അത് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ദൈവം ഒന്നാണ്. ഹിന്ദുവിനും മുസ്ലിമിനും ക്രൈസ്തവനും വേറെ വേറെ ദൈവങ്ങളില്ല. ഒരേ ഒരു ദൈവം. അവന്റെ പേരില്ലാതെ മറ്റാരുടെ പേരിലാണ് നമുക്ക് ഉന്നയിക്കുവാൻ കഴിയുക. അവന്റെ വ്യവസ്ഥിതിയല്ലാത്ത മറ്റേത് വ്യവസ്ഥിതിയാണ് നമുക്ക് സ്വീകാര്യമാവുക. ഇസ്ലാമിന്റെ ദർശനവും ജീവിത വ്യവസ്ഥയും നിങ്ങൾ ഗൗരവപൂർവ്വം പരിശോധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആദരിക്കുന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച നിങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്ന അതേ സത്യത്തിന്റെ തനിരൂപമാണ് ഇസ്ലാം. മാനവരാശിയെ ദൈവപ്രോക്തമായ മൂല്യങ്ങളുടെ അച്ചുരങ്ങൾ ഉറപ്പിക്കാനുള്ള ജമാഅത്തെ ഇസ്ലാമിക പരിശ്രമങ്ങൾ നിങ്ങൾ പിന്തുണക്കണം, നിർലോഭമായി സഹകരിക്കണം. വർഗീയതയ്ക്കും ഫാഷിസത്തിനും വരെയുള്ള അതിന്റെ പോരാട്ടത്തെ സഹായിക്കണം. മതസൗഹാർദ്ദം നിലനിർത്താനുള്ള യത്നങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകണം. ലോകത്ത് അധർമ്മം വ്യാപിക്കുന്ന സന്ദർഭത്തിൽ ധർമ്മത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഞാൻ അവതരിക്കുമെന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളും ദർശനങ്ങളും ഈ ലോകത്ത് അനിവാര്യമായും ധർമ്മത്തിനും മൂല്യങ്ങൾക്കും വേണ്ടി എഴുന്നേൽക്കേണ്ടുന്ന അവസാനത്തെ സന്ദർഭമാണിത്. ഈ ലോകം ഒരു നാശത്തിന്റെ മധ്യമാണ് നിൽക്കുന്നത്. ഈ ലോകം തീർച്ചയായും ദൈവത്തിന്റെ ശാപത്തിനും ശിക്ഷയ്ക്കും അർഹമാകുമാറും എന്നും അധർമ്മം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന, ധർമ്മത്തെ പ്രതിനിധീകരിക്കുന്ന, പ്രവാചകന്മാരെ പ്രതിനിധീകരിക്കുന്ന, മൂല്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾ അവർ അന്ധചിത്തം മറന്നു
പരസ്പരം കാലുവാരുന്ന രീതി മറ്റുകൊണ്ട് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി, അവരിൽ നല്ലവർ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ശ്രമിക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മതവിശ്വാസികളായ സഹോദരന്മാരെ പറയുവാനുണ്ട്, ഇത് നമ്മൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ സന്ദർഭമാണ്, നമ്മൾ തമ്മിലുള്ള കൊടുക്കലിന്റെയും വാങ്ങലിന്റെയും കൂട്ടായ്മയുടെയും സന്ദർഭമാണ്. ഈ കാലഘട്ടം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ചരിത്രം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരൽപ്പം നിലവുണ്ടെങ്കിൽ ഈ മണ്ണും പ്രഭു ഇഷ്ടമാണ്. ഹിറായിലെ ഈ മണ്ണും ഒരൽപ്പം നിലവുണ്ടെങ്കിൽ പ്രഭു ഇഷ്ടമാണ്. പ്രപഞ്ചനാഥന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടുള്ള ആത്മീയമായ അനുഭൂതികളുടെ പ്രാർത്ഥനകളുടെ ഒരു ലോകത്ത് ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞത്, ഈ സൗഹൃദം പങ്കുവെക്കാൻ കഴിഞ്ഞത്, സാഹോദര്യത്തിന്റെ ഊഷ്മളമായ ഈ അന്തരീക്ഷം, ഈ സംസ്കാരം, ഈ ആത്മീയതയുടെ സംസ്കാരം, ഈ സ്നേഹത്തിന്റെ സംസ്കാരം, ഈ ലാളിത്യത്തിന്റെ സംസ്കാരം, ഇത് നിങ്ങൾ ഈ രാജ്യത്ത് പ്രചരിപ്പിക്കാൻ ഇന്ന് പ്രതിജ്ഞയെടുക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. പ്രപഞ്ചത്തിന്റെ നാഥന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വലമായ ഒരു സംഭവത്തിന്റെ സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ അൽഹംദുലില്ലാഹ്. ഈ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഗ്രാമാന്തരങ്ങളിലേക്ക് നിശബ്ദമായി പുതിയൊരു വിപ്ലവത്തിന്റെ കാഹളധ്വനിയുമായി ഞാൻ കടന്നു ചെല്ലുമെന്ന് പ്രഖ്യാപിക്കുവാൻ, അതിന് പ്രതിജ്ഞയെടുക്കുവാനുള്ള സന്ദർഭമാണിത് എന്ന് വിനയപൂർവ്വം ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും അതിന് സന്നദ്ധമാകണമെന്ന ഒരൊറ്റ അപേക്ഷ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് സമർപ്പിക്കുവാനുള്ളത്. വിനയാന്വിതമായ അപേക്ഷ നിങ്ങൾ സ്വീകരിക്കുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഞാൻ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ആവർത്തിക്കുക മാത്രം ചെയ്താൽ മതി. അല്ലാഹു അക്ബർ.